വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 12 വോൾട്ട് സിസ്റ്റം, അതായത് ഒരു സോളാർ ചാർജ് കൺട്രോളർ. 12 വോൾട്ടിന് ഉപയോഗിക്കാൻ പറ്റാവുന്ന തരത്തിലുള്ള ഒരു സോളാർ ചാർജ് കൺട്രോളർ എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തെ. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ ഈ ഒരു MPPT സോളാർ ചാർജ് കൺട്രോളറിൽ ഒരു 400, 375 അതുപോലെ 550 വാട്ട് പാനലുകൾ സുഖമായിട്ട് കണക്ട് ചെയ്ത് ഒരു വീട്ടാവശ്യത്തിനുള്ള കാര്യങ്ങൾ ഫുള്ളായിട്ട് ഇതിനകത്ത് നടത്തുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒരു 550 വാട്ടൊക്കെ ഇൻപുട്ട് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്കൊരു 30 ആംബിയറോളം 28-30 ആംബിയറോളം പ്രൊഡക്ഷൻ ഉണ്ടായിരിക്കും ഈ 3 കോയിൽ MPPTക്ക്. അപ്പോൾ ഈ ഒരു MPPTയിൽ മിനിമം VOC എന്ന് പറയുന്നത് ഏകദേശം 40 വോൾട്ടോളം ഉണ്ടെന്നുണ്ടെങ്കിൽ 24 വോൾട്ട് പാനൽ ആണെങ്കിൽ മാത്രമാണ് ഈ MPPT വർക്ക് ആവുള്ളൂ. അപ്പോൾ 24 വോൾട്ട് പാനൽ ഇപ്പോൾ ഇഷ്ടംപോലെ അവൈലബിൾ ആണ് മാർക്കറ്റിൽ. 375ൻ്റെ ഉണ്ട്, 400ൻ്റെ ഉണ്ട്, 450, 550 പല റേഞ്ചിലുകളും അവൈലബിൾ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പാനൽ ഉപയോഗിച്ചിട്ട് ഒരു വീടിന്റെ ഫുൾ സിസ്റ്റം വർക്ക് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ഒരു MPPT എങ്ങനെ നമുക്ക് നിർമ്മിച്ചെടുക്കാം, അതിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഈ PCBയിൽ വരുത്തേണ്ടത് 12 വോൾട്ടിൽ ചെയ്യുന്ന സമയത്ത്, ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നമ്മളിപ്പോൾ ഇവിടെ അസംബിൾ ചെയ്യുന്ന MPPT 12 വോൾട്ടിൽ 40 ആംപിയറോളം സപ്പോർട്ട് ചെയ്യുന്ന ഒരു MPPT ആണ്. നമുക്ക് ഈ MPPTയുടെ PCB ഒന്ന് പരിചയപ്പെടാം. എന്തൊക്കെ കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ടെന്നുള്ളത്. MPPTയുടെ പ്ലെയിൻ PCB ആണ് ഈ കാണുന്നത്. ഇതാണ് ഡിസ്പ്ലേ ബോർഡ്. അതിൽ മെൻഷൻ ചെയ്തിട്ടുള്ള വാല്യൂസ് എല്ലാം ചെറിയ രീതിയിൽ മാറ്റം വരുത്തിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. കാരണം ഇത് 12 വോൾട്ട് മുതൽ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഹയർ സിസ്റ്റങ്ങളിലേക്കെല്ലാം മാറ്റി മാറ്റി ചെയ്യാൻ പാകത്തിലുള്ള ഒരു ബോർഡാണ്. അപ്പോൾ ഇവിടെ റെസിസ്റ്റർ വാല്യൂവിൽ ചേഞ്ചസ് വരുത്തുകയാണെങ്കിൽ 12, 24, 36 അങ്ങനെ നമുക്ക് ഹയർ സിസ്റ്റങ്ങളിലേക്ക് മാറ്റി ഉപയോഗിക്കാൻ പറ്റും ഈ ഒരു MPPT. മാത്രമല്ല നല്ല എഫിഷ്യൻ്റ് ആയിട്ട് ചാർജിങ് നടക്കുന്ന ഒരു തരത്തിലുള്ള കോമൺ ആയിട്ടുള്ള ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു MPPT ആണ്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ നോക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 12 വോൾട്ടിൻ്റെ MPPT ചെയ്യണമെങ്കിൽ എന്തൊക്കെ ഈ ബോർഡിൽ മാറ്റം വരുത്തണം എന്നുള്ളതാണ് നമ്മുടെ ഈ വീഡിയോയിൽ നിന്ന് നോക്കാൻ പോണത്. ഇവിടെ നമ്മുടെ LM358 IC ഇരിക്കുന്ന ഭാഗമാണ്. അപ്പോൾ ആ IC ഇരിക്കുന്ന ഭാഗത്ത് R34 എന്ന് പറയുന്ന റെസിസ്റ്റർ 22Kയിലേക്ക് മാറ്റണം. അതുപോലെ R43 എന്ന് പറയുന്ന റെസിസ്റ്ററും 22Kയിലേക്ക് മാറ്റണം. R53 എന്ന് പറയുന്ന റെസിസ്റ്റർ 12Kയിലേക്ക് മാറ്റണം, 12Kയിലേക്ക്. അതുപോലെ തന്നെ ഇവിടെ R40 എന്ന് പറയുന്ന റെസിസ്റ്റർ 22Kയിലേക്ക് നമ്മൾ മാറ്റേണ്ടതാണ്. അതുപോലെ തന്നെ ഇവിടെ സെൻസിങ്ങിന്, സോളാർ സെൻസിങ്ങിനും ബാറ്ററി സെൻസിങ്ങിനും ഒക്കെ ഉപയോഗിക്കുന്ന റെസിസ്റ്റേഴ്സ് R42 10K, R41 10K, R22, R23 10K, ഇങ്ങനെ ഈ 3 റെസിസ്റ്ററുകളും 10Kയിലാണ് യൂസ് ചെയ്യേണ്ടത്. അതായത് 12 വോൾട്ട് സിസ്റ്റത്തിന്റെ കേസിലേക്കാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറയണത്. അതുപോലെ തന്നെ ഇവിടെയാണ് നമ്മുടെ SMPS സ്ഥാപിക്കേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ TLP 250 വരും. ഈ ഭാഗത്താണ് നമ്മുടെ SMPSന്റെ 2 വാട്ട് റെസിസ്റ്ററുകൾ നമ്മൾ ഫിറ്റ് ചെയ്യേണ്ടത്. ആദ്യത്തെ റെസിസ്റ്റർ R21 എന്ന് പറയുന്നത് 0.22E. അതുപോലെ തന്നെ നടുക്ക് വരുന്ന റെസിസ്റ്റർ 10K, 470 ഓം, 2 വാട്ട്. ഈ 3 റെസിസ്റ്ററുകളും 2 വാട്ട് റെസിസ്റ്ററുകളാണ്. അത് SMPS സെക്ഷന്റെ പവർ സപ്ലൈക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു റെസിസ്റ്റർ 2 വാട്ടിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു 580 എന്ന് എഴുതിയിട്ടുണ്ട്. അത് മാറ്റിയിട്ട് നമ്മളവിടെ 104 ആണ് ഇടേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് മെയിൻ മദർ ബോർഡിൽ വരുത്തേണ്ട വ്യത്യാസങ്ങൾ. അതുപോലെ തന്നെ ഡിസ്പ്ലേ PCB എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേ PCക്ക് അകത്ത് ആദ്യം 104 എന്ന് എഴുതിയിട്ടുണ്ട്, വീണ്ടും ഒരു 104 എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ 104 എന്ന് മാറ്റിയിട്ട് അത് 15 PFലേക്ക് കൊണ്ടുവരണം. അതുപോലെ തന്നെ ഇവിടെ 22E എന്ന് എഴുതി കൊടുത്ത് മാറ്റിയിട്ട് ഒരു 1Kയുടെ റെസിസ്റ്റർ ഇട്ട് കൊടുക്കണം. ബാക്കിയെല്ലാം സെയിം. ഇപ്പൊ ഇതുപോലെ ഈ ട്രാൻസിസ്റ്ററുകളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗുണം എന്താന്ന് വെച്ചാൽ, അതായത് ഈ ഡിസ്പ്ലേ ബോർഡിൽ ട്രാൻസിസ്റ്റർ ഇട്ട് കൊടുത്തിട്ട് 547 ഇട്ട് കൊടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ MPPT അത് സോളാർ ചാർജ് പവർ ഇല്ലാത്ത സമയത്ത് ഡിസ്പ്ലേ അതിന്റെ പവർ സേവിങ് മോഡിൽ പോയിട്ട് ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് കിടക്കും. സോളാർ പവർ എപ്പോഴാണോ വരുന്നത് ആ സമയത്ത് മാത്രമേ ഡിസ്പ്ലേ ഓൺ ആവുള്ളൂ. അപ്പൊ ആ ഒരു പ്രൊവിഷന് വേണ്ടിയിട്ടാണ് ഇവിടെ BC 547 എന്ന് പറഞ്ഞ ട്രാൻസിസ്റ്റർ കൊടുത്തിട്ടുള്ളത്. ഇവിടെ പ്രീസെറ്റ് ഒക്കെ ഇട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വേരിയേഷൻ വരുന്നത്. അപ്പോൾ ഈ ബോർഡിൽ ഇവിടെ ഒരു 15 PF, ഇവിടെ 22E മാറിയിട്ട് 1K വരും.
ഇത്രയും കാര്യങ്ങളാണ് നോർമലി ഈ ഒരു PCBയിൽ വരുന്ന ചേഞ്ചസുകൾ. ഇതല്ലാത്ത രീതിയിലും, അതായത് ഈ പറയുന്ന വേരിയബിൾ പ്രീസെറ്റ് ഇല്ലാതെയും ഇവിടെ 2K2 റെസിസ്റ്ററും 3 1K5 റെസിസ്റ്ററും ഇവിടെ ഇട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ട്രാൻസിസ്റ്റർ ഇല്ലാതെ ഒരു ജമ്പർ വെച്ച് ഷോർട്ട് ചെയ്തിട്ടും നമുക്ക് ഈ ഡിസ്പ്ലേ ബോർഡ് ശരിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഒരു MPPT നിർമ്മിക്കാനായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 12 വോൾട്ടിലാണോ 24 വോൾട്ടിനാണോ, അപ്പോൾ ഈ കാര്യം നമ്മൾ ആദ്യം തന്നെ തീരുമാനത്തിലെത്തണം. ഇങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വാല്യൂ മെൻഷൻ ചെയ്യാത്ത റെസിസ്റ്ററുകൾ ഉള്ള കോളുണ്ട്. അതിലാണ് ഈ നമ്മൾ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ആ വോൾട്ടേജ് ഉണ്ടല്ലോ, അത് 12 വോൾട്ടാണോ 24 വോൾട്ടാണോ, അതിനനുസരിച്ച് ഇവിടുത്തെ ഈ റെസിസ്റ്റർ വാല്യൂ മെൻഷൻ ചെയ്യാത്ത ഏരിയകളിലെല്ലാം റെസിസ്റ്റൻസിന് ചേഞ്ചസ് കൊടുക്കണം. അതായത് 12 വോൾട്ടിന് എന്താണോ കൊടുക്കേണ്ടത് അതുപോലെ തന്നെ 24 വോൾട്ട് ആകുമ്പോൾ ഇവിടെയൊക്കെ ചേഞ്ചസ് വരും. ആ ചേഞ്ചസ് നോക്കിയിട്ട് കൊടുക്കണം, എന്നാൽ മാത്രമേ ഈ MPPT വർക്ക് ആവുള്ളൂ. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കേസാണ് ഇവിടെ യൂസ് ചെയ്യണ കപ്പാസിറ്റർ. അപ്പൊ നമ്മൾ ഇവിടെ യൂസ് ചെയ്യണ 1, 2, 3, ഇതൊരു 3 ടെറോയിഡ് കോയില് ഉപയോഗിക്കാൻ പറ്റാവുന്ന തരത്തിലുള്ള MPPT ആണ് ഇതിനകത്ത് നമ്മൾ അസംബിൾ ചെയ്യണത്. ഇത് സിംഗിൾ കോയിലാണ് ചെയ്യണത്. സാധാരണഗതിയിൽ ഒരു 12 വോൾട്ടിനൊക്കെ MPPT ചെയ്യുന്ന സമയത്ത് സിംഗിൾ കോയിലിൽ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ 3 കോയിലുള്ള ടൈപ്പ് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ധാരാളമാണ്. കാരണം അത് അപ്രോക്സിമേറ്റ്ലി ഒരു 550 വാട്ട് പാനലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു MPPTക്ക് അകത്ത് ഏകദേശം ഒരു 28, 30, 32ഓളം ആംബിയർ പ്രൊഡക്ഷൻ ഇതിനകത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഇത്തരത്തിലുള്ള MPPTകൾക്ക് മിനിമം VOC ഒരു 38 മുതൽ ഒരു 40, 42 വോൾട്ടെങ്കിലും മിനിമം VOC വേണം. അപ്പോൾ ഈ VOCക്ക് അനുസരിച്ച് ഇവിടുത്തെ കപ്പാസിറ്റർ ചേഞ്ചസ് വരും. ഇപ്പം നമ്മളിത് 12 വോൾട്ടിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 100 വോൾട്ട് 100 UF ഒക്കെ ഇട്ടാൽ മതി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിനിമം VOC എന്ന് പറയുന്നത് നമ്മളിതിനകത്ത് ഒരു സിംഗിൾ പാനലൊക്കെയാണ് സാധാരണഗതിയിൽ 12 വോൾട്ടിൻ്റെ MPPTയിൽ യൂസ് ചെയ്യാറ്. അപ്പോൾ ഏകദേശം ഒരു 48 അല്ലെങ്കിൽ ഒരു 50 വോൾട്ട് VOC ഒക്കെയാണ് ഒരു 12 വോൾട്ടിൻ്റെ 550 വാട്ട് പാനലിൽ വരാറ്. അപ്പോൾ നമ്മളിവിടെ 100 UF 100 വോൾട്ട് ഇട്ടാൽ തന്നെ ധാരാളമാവും. 1, 2, 3, ഈ 3 ഏരിയകളിലും ഉപയോഗിക്കുന്നത് VOC കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്ററുകളാണ്. അപ്പോൾ ആ കപ്പാസിറ്ററുകൾ എപ്പോഴും 100 UF 100 വോൾട്ടിൻ്റെ റൗണ്ട് ടൈപ്പ് കപ്പാസിറ്ററുകൾ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി 24ലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇത് 100 UF 160 വോൾട്ട് ഇടുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പാനലുകൾ ചിലപ്പോൾ സീരീസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും കൊടുക്കുക. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ 100 വോൾട്ടിൻ്റെ അടുത്ത് VOC വരും. അപ്പോൾ നമ്മളിവിടെ 100 UF 160 വോൾട്ടൊക്കെ യൂസ് ചെയ്യുക. പിന്നെ ഇവിടെ നമ്മൾ SMPSന്റെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ 3 റെസിസ്റ്ററുകൾ കാണാം. 0.22E, അതേമാതിരി 10K, 470K. അപ്പോൾ ഈ നടുക്കത്തെ റെസിസ്റ്ററുകൾ നമ്മൾ ഉപയോഗിക്കുന്ന സിസ്റ്റത്തിനനുസരിച്ച് ചേഞ്ചസ് വന്നുകൊണ്ടേയിരിക്കും. 12 വോൾട്ട് 24, 36 അതിനനുസരിച്ച് ഈ SMPSന്റെ ആ സപ്ലൈ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ റെസിസ്റ്റർ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ശേഷം നമ്മുടെ MPPT നിർമ്മിക്കാനുള്ള മെയിൻ പാർട്സിൽ ഒന്നാണ് ഈ പറയുന്ന ടെറോയിഡ് കോയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ 3 ടെറോയിഡ് കോയിൽ 12 വോൾട്ട് നിർമ്മിക്കാനായിട്ട് ആവശ്യമാണ്. KS 184026A. അപ്പോൾ ഇത് ഏകദേശം 150 രൂപ വരും. ഇതേപോലത്തെ ഒരു 3 ടെറോയിഡ് കോയിലുകൾ നമ്മൾ ആവശ്യമാണ്. നമ്മൾ കോപ്പർ ഒരു 3 കമ്പി ഇട്ടിട്ട് കോപ്പറിൽ ഇത് നമ്മൾ ചുറ്റി ടെറോയിഡ് കോയിൽ ചുറ്റി റെഡിയാക്കി വെക്കണം MPPT നിർമ്മിക്കാനായിട്ട്. അപ്പോൾ ഇത് ഒരെണ്ണം ഇവിടെ ഉണ്ടായിരിക്കും. ഇതിനവിടെ ഹോൾ ഇട്ടിട്ടുണ്ട്. ഒരെണ്ണം, 2, 3, ഇതുപോലെ 3 ടെറോയിഡ് കോയിലുകൾ നമ്മൾ ഇവിടെ ഫിക്സ് ചെയ്യണം. 12 വോൾട്ടിനൊക്കെ ഇത് സിംഗിൾ ആയിട്ട് മതി. ഇപ്പോൾ ഒരു 24 വോൾട്ട് 40 ആംബിയറിന് പുറത്ത് 60 ആംബിയർ ഒക്കെ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ 60 ആംബിയർ ഒക്കെ ചെയ്യണ സമയത്ത് 2 ടെറോയിഡ് കോയിൽ ചേർത്ത് വെച്ചിട്ട് നമ്മുടെ കോപ്പറിന്റെ വൈൻഡിങ് കൊണ്ട് ചുറ്റി റെഡിയാക്കി ടെറോയിഡ് കോയിലുകൾ ഉണ്ടാക്കിയെടുക്കണം. എന്നാൽ മാത്രമാണ് അത് ആ മാക്സിമം ആംബിയറിനെ സപ്പോർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഇതിൽ 1, 2, 3 കോയിലുകൾ. അപ്പോൾ ഈ 3 കോയിലുകൾ വെച്ച് ചെയ്യുന്ന MPPTക്കുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഹീറ്റ് ലോസിങ് ഒഴിവായി കിട്ടും. ഹീറ്റ് കൊണ്ടുള്ള ലോസ് ഒഴിവാവും. മാക്സിമം ഔട്ട്പുട്ട് കിട്ടുവാനായിട്ട് സാധിക്കും.
MPPT നിർമ്മിക്കാനായിട്ട് അത്യാവശ്യം വേണ്ട ഘടകങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന IRFP4310 എന്ന് പറയുന്ന മോസ്ഫെറ്റ്. ഇപ്പൊ ഇതിന് ഏകദേശം 150 രൂപയുടെ അടുത്ത് വിലയുണ്ട്. അപ്പോൾ ഇത് നല്ല പവർഫുൾ ആയിട്ടുള്ള മോസ്ഫെറ്റ് ആണ്. ഈ മോസ്ഫെറ്റ് 5 എണ്ണം നമുക്ക് ആവശ്യമാണ്. MPPT 40 ആംപിയറിൽ 3 കോയിൽ വെച്ച് ചെയ്യാനായിട്ട് ഇതുപോലുള്ള 5 മോസ്ഫെറ്റ് ആവശ്യമാണ്. സാധാരണ ഇൻവെർട്ടർ മോസ്ഫെറ്റിനൊക്കെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാം ചെറിയ മോസ്ഫെറ്റ് ആയിരിക്കും യൂസ് ചെയ്യുക. അപ്പം ഇത് കുറച്ചും കൂടിയും വലുപ്പം കൂടിയ മോസ്ഫെറ്റ് ആണ്. 100 ആംപിയർ സപ്പോർട്ട് ചെയ്യും, 100 വോൾട്ടും. അപ്പോൾ അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പം 100 വോൾട്ട് വരെ VOC കൊടുക്കുന്ന സിസ്റ്റങ്ങൾക്ക് ഈ മോസ്ഫെറ്റ് തന്നെ ധാരാളം. അതുപോലെ തന്നെ ഒരു നെക്സ്റ്റ് പാർട്ടാണ് ഈ പറയുന്ന ഡയോഡ് U30D20C. അപ്പോൾ ഇതുപോലുള്ള 3 ഡയോഡുകളും MPPT നിർമ്മിക്കാനായിട്ട് ആവശ്യമാണ്. അതായത് 4310ന്റെ 5 മോസ്ഫെറ്റും വേണം, 3 ഡയോഡുകളും വേണം, ഏകദേശം 3 കോയിലായിട്ട് ചെയ്യാനായിട്ട്. ഈ ഒരു മദർ ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെയാണ് അതിന്റെ മെയിൻ പ്രോഗ്രാം IC നമ്മൾ IC ബേസിൽ ഉറപ്പിക്കുന്നത്. അപ്പോൾ ഇതിന്റെ അടിവശത്ത് നോക്കി കഴിഞ്ഞാൽ കാണാം ഈ ഒരു സ്ക്വയർ ബോക്സുകൾ സൂചിപ്പിക്കുന്നത് ഇവിടെയൊക്കെ നമ്മൾ 104ന്റെ SMD കപ്പാസിറ്ററുകളാണ് ഇടുന്നത്. അപ്പോൾ കുറച്ചും കൂടി ബോർഡ് നമുക്ക് കമത്തി വെച്ചൊക്കെ സർവീസിന് വരുന്ന സമയത്ത് കമത്തി വെച്ചൊക്കെ സർവീസ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ക്രിസ്റ്റലിന് നേരെ 2 എണ്ണം കാണുന്നത് 15 PF ആണ് ഇടുന്നത്. അപ്പൊ ഇത് 2 എണ്ണം 15 PF, ബാക്കി 1 2 3 4 5 6 എണ്ണം 6 എണ്ണം നമ്മൾ എന്തിടണം? 104 SMD കപ്പാസിറ്ററുകൾ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് ചേർത്ത് വെച്ച് സോൾഡർ ചെയ്യണം. അപ്പൊ അത് സോൾഡർ ചെയ്യാനായിട്ട് നല്ല പോയിന്റഡ് ആയിട്ട് ഇതേപോലെ മൊനയുള്ള ടൈപ്പ്, ഷാർപ്പായിട്ടുള്ള മൊനയുള്ള ടൈപ്പുള്ള അയൺ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഹൈ ഫ്ലോയുടെ ലെഡ് ആണ് യൂസ് ചെയ്യണത് നമ്മൾ. അപ്പം അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി നന്നായി ചൂടായതിന് ശേഷം. അപ്പോൾ ഈ ഏരിയകളിലൊക്കെ ചെയ്യണ സമയത്ത് ഇത് മെയിൻ പ്രോഗ്രാം ICയുടെ കാലുകളാണ്. അപ്പം അതുകൊണ്ട് കൂട്ടിമുട്ടി ഷോർട്ട് ആവാതിരിക്കാനായിട്ട് പരമാവധി ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. നമ്മൾ ഈ ബോർഡ് സോൾഡർ ചെയ്യാനായിട്ട് എടുക്കുന്ന സമയത്ത് ഇതുപോലെ ലിക്വിഡ് ഫ്ലക്സ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് സോൾഡർ ചെയ്ത് പോരുവാനായിട്ട് സാധിക്കും. ഇങ്ങനെ അസംബിൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ടുള്ള ഏരിയ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ 16ന്റെ ഒരു കമ്പി ഇലക്ട്രിക്കൽ ഷോപ്പുകളിലൊക്കെ കിട്ടും. അപ്പോൾ അത് സ്ലീവ് കളഞ്ഞിട്ടുള്ളത്, മുകളിലത്തെ കോട്ടിങ് കളഞ്ഞിട്ടുള്ള കമ്പി കിട്ടും. അപ്പോൾ നമ്മളിത് നീളനെ സോൾഡർ ചെയ്ത് കൊടുക്കുക. അതായത് ഈ പ്രിന്റിന് ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യണത്. അതുപോലെ തന്നെ ഇവിടെയും വന്നിട്ട് ഇവിടെ ബെൻഡാക്കി കൊടുത്തിട്ട് ഇവിടെ കൊടുക്കുക, ഇത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ കാണിച്ചിരിക്കുന്ന സിൽവർ ഏരിയകളെല്ലാം സപ്പോർട്ട് നമ്മൾ കൊടുക്കേണ്ടതാണ്. ഇവിടെയൊക്കെ നമ്മൾ 16ന്റെ കമ്പിയാണ് യൂസ് ചെയ്യണമെങ്കിൽ ഇവിടെ ലൈറ്റായിട്ട് കനം കുറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു കോപ്പർ കമ്പി സപ്പോർട്ടിന്, കനം കുറവ് ഏറ്റവും നമ്മൾ ഈ ടെറോയിഡ് പോലെ ചുറ്റാനെടുക്കുന്ന കമ്പിയുടെ ഒരു പീസ് ഇട്ട് കൊടുത്താലും മതി. ഇല്ലെങ്കിൽ നല്ല രീതിയിൽ കട്ടിയിൽ സോൾഡർ ചെയ്ത് മറ്റേ ലെഡ് വെച്ചിട്ട് സോൾഡർ ചെയ്ത് കൊടുത്താലും മതി. ഹയർ സിസ്റ്റത്തിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ചെറിയൊരു സപ്പോർട്ട് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഇവിടെ ഒരു ഹോൾ ഉണ്ട്. അപ്പൊ ഈ ഒരു ഹോള് നമ്മൾ എന്ത് ചെയ്യണം? മുകളിൽ നിന്ന് ഒരു സ്റ്റിക്കർ വെച്ച് അടയ്ക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇതിനകത്ത് 3 സ്ക്രൂ അടിയിൽ നിന്ന് ഉറപ്പിക്കാനായിട്ടുള്ള ഹോളേ ഉള്ളൂ ഹീറ്റ് സിങ്കയിൽ. അപ്പോൾ ഈ ഒരു ഹോള് നമ്മളിവിടെ ക്ലോസ് ചെയ്ത് കൊടുക്കുക മുകളിൽ നിന്ന്. കാരണം അല്ലെങ്കിൽ എന്തുണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഈ മെറ്റൽ റാഡ് ഇതിന്റെ മുകളിൽ കൂടെ സോൾഡർ ചെയ്ത് പോകും. ആ പോകുന്ന സമയത്ത് നമ്മൾ ഇവിടുന്ന് സോൾഡർ ചെയ്യുന്ന സമയത്ത് ആ ഹീറ്റ് സിങ്കുമൊക്കെ ടച്ച് ആയി കഴിഞ്ഞാൽ ഷോർട്ട് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം അത് നമ്മൾ അസംബിൾ ചെയ്യുന്നതിന് മുമ്പ് ഈ പോർഷൻ നമ്മളൊന്നൊരു കടലാസോ അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു നല്ല അത്യാവശ്യം കട്ടിയുള്ളൊരു സ്റ്റിക്കറോ വെച്ചിട്ട് നന്നായിട്ട് അടയ്ക്കുക. അതിനുശേഷം വേണം ഹീറ്റ് സിങ്ക് ഉറപ്പിക്കാനായിട്ട്. ഇത്രയും കാര്യങ്ങൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ള വാല്യൂ പ്രകാരമുള്ള റെസിസ്റ്ററുകൾ അങ്ങോട്ട് പതുക്കെ പതുക്കെ പറക്കിയിടുക, സോൾഡർ ചെയ്യാം. പിന്നെ ഇവിടെ IC ബേസ് ഉണ്ട്, അത് സോൾഡർ ചെയ്യുക. പിന്നെ അത് പുറത്തേക്കുള്ള ഡിസ്പ്ലേയിലേക്കുള്ള കണക്ടറാണ്, അത് പുറത്തേക്ക് വരാവുന്ന രീതിയിൽ വെച്ചിട്ട് സോൾഡർ ചെയ്ത് കൊടുക്കുക. സാധാരണ എങ്ങനെയാണോ ഇൻവെർട്ടറിന്റെ ബോർഡ് അസംബിൾ ചെയ്യുന്നത് അതുപോലെ തന്നെ MPPTയുടെ ബോർഡും അസംബിൾ ചെയ്യുക. കാരണം ഇതിനകത്ത് എല്ലാ വാല്യൂവും കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ വാല്യൂ പ്രകാരമുള്ള റെസിസ്റ്ററുകളും കമ്പോണൻസും മാത്രം അതിനകത്ത് ഇട്ട് കൊടുക്കുക, ജസ്റ്റ് സോൾഡർ ചെയ്തെടുക്കുക. ഇത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏകദേശം കാൽഭാഗത്തോളം വർക്ക് കംപ്ലീറ്റഡ് ആയിട്ട് ഒരു ബോർഡാണ്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് കമ്പോണൻസുകളൊക്കെ ഇട്ടിട്ടുള്ള 12 വോൾട്ടിന് പാകത്തിലാണ് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ ഇതിനകത്ത് സോളാർ പവർ കറണ്ട് മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സെൻസർ ഉണ്ട്, ACS 770 LCB 50. അപ്പൊ ഇതുപോലെയാണ് പിടിപ്പിക്കേണ്ടത്. ഒരു മോസ്ഫെറ്റ്, അതിൻ്റെ അടിയിൽ മൈക്ക ഷീറ്റ്. ഇപ്പൊ ഇതിൽ മോസ്ഫെറ്റ് പിടിപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. 4 മോസ്ഫെറ്റും 3 ഡയോഡുകളാണ് ആവശ്യമുള്ളത്. ഇതിലൊരെണ്ണം പിടിപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ നേരത്തെ 5 എണ്ണാണെന്ന് പറഞ്ഞത്. 40 ആംബിയറിന് ഇത് പിടിപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് ഇട്ടാലും കുഴപ്പമില്ല, ഇട്ടില്ലെങ്കിലും പ്രശ്നമില്ല. അപ്പോൾ ഈ ഒരു മോസ്ഫെറ്റ് നമ്മൾ ഒരെണ്ണമാണ് ഇവിടെ കൊടുക്കുന്നത്. മോസ്ഫെറ്റ് ഇടുമ്പോൾ അതിൻ്റെ അടിയിൽ മൈക്ക ഷീറ്റ് കൊടുക്കണം. മോസ്ഫെറ്റ്, ഡയോഡ്, മോസ്ഫെറ്റ്, ഡയോഡ്, മോസ്ഫെറ്റ്, ഡയോഡ്, ഈ രീതിയിലാണ് ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ സ്ക്രൂ നമ്മൾ ജസ്റ്റ് ഒന്ന് മുട്ടിച്ച് വെക്കുക, ഫുൾ ടൈറ്റ് ചെയ്യരുത്. അതിനുശേഷം നമ്മൾ ഇതൊന്ന് വെച്ചിട്ട് ഈ ബോർഡിലൊന്ന് വെച്ചിട്ട് അലൈൻ ചെയ്ത് നോക്കുക. ഇപ്പം നമ്മൾ പ്രോപ്പറായിട്ട് ഇതിനകത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ സ്ക്രൂകളൊന്നും നമ്മൾ ടൈറ്റ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് മുട്ടിച്ച് വെച്ചിട്ടുള്ളൂ. അപ്പൊ നല്ല രീതിയിൽ ഇനി പുറത്തുനിന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മൾ ഇനിയിപ്പോ ഇവിടെ നോക്കുക, ബോർഡിൽ ഈ 4 ഹോളുകളുണ്ട്. 1, 2, 3, 4. ഈ 4 ഹോളുകളും നമ്മൾ എന്ത് ചെയ്യണം, ഹീറ്റ് സിങ്കിലേക്ക് ഉറപ്പിക്കുക സ്ക്രൂ ചെയ്തിട്ട്. ഇതിന്റെ ഹീറ്റ് അളക്കാനായിട്ട് ഉള്ള ടെമ്പറേച്ചർ സെൻസർ, അതിനൊരു ഹോൾ ഇതിന്റെ മോൾ വശത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഹോളിലേക്ക് അത് പിടിപ്പിക്കുക, സ്ക്രൂ ചെയ്യുക. ഇത് SMPSന്റെ ഡ്രൈവ് IC UC 3845 ആണ്. ഇത് നമ്മുടെ മോസ്ഫെറ്റ് ഡ്രൈവർ TLP 250, ഇതും TLP 250, ഇത് TLP 250. ഇത് നമ്മുടെ LM 358 IC. ഇതാണ് അതിൻ്റെ മെയിൻ പ്രോഗ്രാം IC, അതിൻ്റെ ബേസ്. ഇത്രയും കാര്യങ്ങളാണ് IC ബേസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിനകത്ത് IC ഇടുന്ന സമയത്ത് ഇതിൻ്റെ ഡയറക്ഷൻ ഒന്നും മാറിപ്പോവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇത് ഇടുന്നത് ഇതിൻ്റെ ഒന്നാമത്തെ ലെഗ് ഇതാണെന്നുണ്ടെങ്കിൽ നേരെ തിരിച്ചാണ് അവിടുന്ന് ഇങ്ങടാണ് ഇടേണ്ടത് IC. അപ്പോൾ 358 മാറിപ്പോവാതിരിക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുക. കാരണം അസംബിൾ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മാറിപ്പോവോ തിരിഞ്ഞു പോവോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റെസിസ്റ്ററുകളൊക്കെ അടിച്ചു പോകും. ഈ 22 ഓം റെസിസ്റ്ററുകൾ കത്തിപ്പോവും IC തിരിച്ചിട്ട് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു EL 817 എന്ന് പറയുന്നിട്ടുള്ള ഈ ഒക്ടോ കപ്ലർ. ആ ഒക്ടോ കപ്ലറിൻ്റെ ഈ അടിവശത്ത് സൈഡ് ഉണ്ട്, ഒരു ചെറിയ വട്ടം മാർക്ക് കാണാനായിട്ട് പറ്റും. ലെഫ്റ്റ് സൈഡിലെ ഈ അടിയിലത്തെ പിന്നിന് ഇവിടെ കാണുന്ന ഈ കുത്തുമാർക്ക് ഉണ്ടല്ലോ, അത് അടിയിൽ വശത്തേക്ക് ആയിട്ട് വേണം ഇവിടെ പിടിപ്പിക്കാനായിട്ട്. ഇവിടെ Q1 എഴുതിയിട്ടുള്ളടത്ത് ഈ ഒക്ടോ കപ്ലർ ആണ് വരിക. അപ്പൊ അത് കറക്റ്റ് ഡയറക്ഷൻ മാറി പോവാതെ പിടിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അയൺ നന്നായി ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പതുക്കെ സോൾഡർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വേറെ ഒന്നും നോക്കാനില്ല, ജസ്റ്റ് മുട്ടിച്ചാൽ മതി. അയൺ നന്നായി ചൂടായി കഴിഞ്ഞാൽ പോയിന്റുകളിലേക്ക് മുട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സോൾഡർ ആയിക്കോളും. സോൾഡർ ചെയ്തതിന്റെ ബാലൻസ് ഉള്ള കാലുകൾ ഇതുപോലുള്ള കത്രിക ഉപയോഗിച്ചിട്ട് പതുക്കെ കട്ട് ചെയ്ത് കളയുക. ഇവിടെ നമ്മൾ 3 ജമ്പറുകൾ ഇട്ട് കൊടുക്കാനായിട്ട് മറക്കരുത്. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ജമ്പർ ഇടണം. അതായത് 1, 2, 3 ജമ്പറുകൾ നമുക്ക് അത്യാവശ്യമാണ്. അത് നമ്മൾ ഈ ടറോഡ് കോയിൽ ചുറ്റാൻ ഉപയോഗിക്കുന്ന കമ്പിയുടെ ബാലൻസ് വരുന്നത് കൊണ്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ നമ്മൾ കംപ്ലീറ്റ് SMDകളും സോൾഡർ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് സോൾഡർ ചെയ്യുക. സോൾഡർ ചെയ്തതിന് ശേഷം വേണം നമ്മളിത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലുള്ള 16 mm സ്ലീവ്, അതായത് കോപ്പറിന്റെ കമ്പി, ഇതിന്റെ ഔട്ടർ ആ സ്ലീവ് ചുരണ്ടി കളഞ്ഞത് മേടിക്കാനായിട്ട് കിട്ടും, 16 mm. അപ്പൊ ഇതുപോലുള്ള ഒരു കമ്പി ഒരു 1/4 കിലോനോ 1/2 കിലോനോ മേടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഉപകാരം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് ഇതിന്റെ ഔട്ടർ ക്ലീൻ ചെയ്യാനൊന്നും നിൽക്കണ്ട. ജസ്റ്റ് ഒന്ന് ഒരു പേപ്പർ ഇട്ട് ഒന്ന് പിടിച്ചതിന് ശേഷം ഈ പ്രിന്റ്, അതായത് നമ്മുടെ ഹൈ ആംബിയർ ഒഴുകുന്ന ഏരിയ ഉണ്ട്, ബാറ്ററിയിലേക്ക് പോകുന്ന ആ ഒരു ഭാഗം. അപ്പൊ ആ ഭാഗങ്ങൾ നമ്മളൊന്ന് തിക്കാക്കി കൊടുക്കണം. അപ്പൊ അത് ലെഡ് മാത്രമായതുകൊണ്ട് കാര്യമില്ല. അപ്പൊ ഇതുപോലത്തെ ഒരു കമ്പി 16 mm നമ്മൾ ലെങ്ത്തിൽ കട്ട് ചെയ്തിട്ട് ആദ്യം ഇട്ട് കൊടുക്കണം. അപ്പൊ അതിങ്ങനെ കട്ട് ചെയ്ത് ഇവിടെ കൊടുക്കണം. നമ്മളിവിടെ ഒരു മോസ്ഫെറ്റ് കൊടുക്കാത്തത് കൊണ്ടാണ് ഇവിടുത്തെ ഈ ഒരു പാത്ത് ഒഴിവാക്കിയിട്ടുള്ളത്. അല്ലെങ്കിൽ അതിൽ കൂടി ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാനൊരു ടെറോയിഡ് കോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ 3 കോപ്പറിന്റെ കമ്പികൾ ഉപയോഗിച്ചിട്ട് ചുറ്റിയെടുക്കുക. അപ്പോൾ ഇതിലാണ് ആംബിയർ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് കാര്യങ്ങൾ ഇതെല്ലാം ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഇതാണ് ഇതിന്റെ SMPS. അപ്പോൾ ഇതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ SMPS
അതിന് സൈഡ് ഉണ്ട്. അപ്പൊ ഈ 2 പോയിന്റ്, അതായത് ബാക്കിലേക്ക് ഈ മോസ്ഫെറ്റിന്റെ സൈഡ് സ്വിച്ച് ചെയ്യണ ഭാഗത്തേക്ക് 2 കോയിൽ ഉണ്ടായിരിക്കുള്ളൂ. ഇപ്പുറത്തെ 7805ന്റെ സൈഡിലേക്ക് 4 കോയിൽ ഉണ്ടായിരിക്കും. അതായത് ഈ ലെവലിലായിരിക്കണം പിടിപ്പിക്കേണ്ടത്. അതായത് ഇവിടുന്ന് 2 കോയിലിൽ നിന്നുള്ള സപ്ലൈ 7805ലേക്കും 2 കോയിലിൽ നിന്നുള്ള സപ്ലൈ TLPയുടെ ഡ്രൈവിലേക്കാണ് പോകുന്നത്. അപ്പൊ ആ ഒരു ലെവലിലായിരിക്കണം ഈ പറയുന്ന SMPS ട്രാൻസ്ഫോമർ പിടിപ്പിക്കേണ്ടത്. SMPS ട്രാൻസ്ഫോമർ തല തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ, പൊസിഷൻ മാറിപ്പോയി കഴിഞ്ഞാൽ MPPT വർക്ക് ആവില്ല. പിന്നെ ഇത്തരത്തിലുള്ള ഈ പ്രിന്റ് ഇവിടുത്തെ സ്ട്രെങ്തൻ ചെയ്യാനും, അതുപോലെ ഈ ഒരു വൈൻഡിങ് നമ്മൾ ഇതിലേക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാനൊക്കെ ആയിട്ട്, ടെറോയ്ഡ് കോയിലൊക്കെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കാനായിട്ട് ഒരു ഹൈ വാട്ടേജ് അയൺ തന്നെ യൂസ് ചെയ്യണം. കാരണം സാധാരണ 25 വാട്ടിന്റെ അയണിൽ നിന്ന് ഇത് സോൾഡർ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും ലെഡ് അതിൽ പിടിക്കില്ല. അങ്ങനെ ചൂടായി വരാനായിട്ട് കുറേ സമയം എടുക്കും. ഇപ്പൊ ഇത് വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ബോർഡിന്റെ വർക്ക്, നമ്മുടെ സോൾഡറിങ് കാര്യങ്ങളെല്ലാം, ബോട്ടം സൈഡ് എല്ലാ കാര്യങ്ങളും സോൾഡർ ചെയ്ത് കഴിഞ്ഞു. സ്ട്രെങ്തൻ ചെയ്യാനുള്ള ഏരിയ ഇനി ആകെ കൂടി ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ PCB ക്ലീനർ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് വാഷ് ചെയ്തെടുക്കണം ഈ ബോർഡ്. എന്നാൽ മാത്രമാണ് ഇപ്പൊ ഇതിനകത്ത് അടിഞ്ഞു കൂടിയിട്ടുള്ള കരി കാര്യങ്ങൾ ഇതൊക്കെ പോവുള്ളൂ, കുറച്ചും കൂടി നീറ്റ്നെസ് കിട്ടുള്ളൂ ബോർഡ്. അപ്പൊ ഇതാണ് MPPTയുടെ ഡിസ്പ്ലേ. ഇത് സോൾഡർ ചെയ്ത് കഴിഞ്ഞു. ഇതിനകത്ത് ആകെ വന്നിട്ടുള്ള വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ 104 മാറിയിട്ട് 15 PF വരും. ഇവിടെ 10Kയുടെ റെസിസ്റ്റർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ 3 1K5ന്റെ റെസിസ്റ്റർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ 22 ഓം മാറിയിട്ട് അവിടെ വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത് 1K ഇട്ട് കൊടുക്കണം. ബാക്കി പ്രീസെറ്റ് കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്. ഇതേപോലെയാണ് ഡിസ്പ്ലേയുടെ വയർ കണക്ഷൻ കൊടുക്കേണ്ടത്. ഇത് റിലേയുടെ കട്ട് ഓഫിന് വേണ്ടിയിട്ടുള്ള, ഇൻഡിക്കേഷന് വേണ്ടിയിട്ടുള്ള LED ആണ്. ഇത് രണ്ടും സോളാർ പവറും ആംബിയറും മെൻഷൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഒരു LED ആണ്. ബാക്കി ഇതിനകത്ത് കാണിച്ചിട്ടുള്ള പോലെ തന്നെ ഡിസ്പ്ലേ സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഇവിടുത്തെ കണക്ഷൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് ബാറ്ററിയിലേക്ക് പോവുക. ഇവിടെ നിന്നാണ് നമ്മുടെ സോളാറിൻ്റെ നെഗറ്റീവ് വരുന്നത്. ബോർഡിലേക്കുള്ള പവർ സപ്ലൈ കോമൺ പോസിറ്റീവ് ആണ് ഈ ബോർഡിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സപ്ലൈയും കണക്ഷൻസ്, പവർ സപ്ലൈ ചെക്കിങ്, കാലിബ്രേഷൻ, ഇതെല്ലാം അടുത്തൊരു വീഡിയോയിൽ പാർട്ട് 2 ഉണ്ടായിരിക്കും. എങ്ങനെയാണ് ഒരു MPPT കാലിബ്രേഷൻ ചെയ്യണത് 12 വോൾട്ട്, അതുപോലെ അതിൻ്റെ വയറിൻ്റെ കണക്ഷൻസ് എങ്ങനെ കൊടുക്കണം, ഇൻസ്പെക്ട് ചെയ്യണം എന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ ഉണ്ടായിരിക്കും.